നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. അതായത് മുഴുവൻ സമയ സുരക്ഷ തേടി കനകദുർഗയും ബിന്ദുവും സുപ്രീം കോടതിയെ സമീപിച്ചു എന്ന ഒരു സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ശബരിമലയിൽ ദർശനം നടത്തിയ ശേഷം തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്നും മുഴുവൻ സമയ സുരക്ഷ വേണമെന്നും ചൂണ്ടിക്കാണിച്ചാണ് ബിന്ദുവും കനകദുർഗയും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹർജി നാളെ പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഹർജി അടിയന്തരമായി കേൾക്കണം എന്ന് ഇവർക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിക്കണം, ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സുരക്ഷ നൽകാൻ നിർദ്ദേശിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ദളിത് വിഭാഗക്കാരിയായ തന്റെ സന്ദർശന ശേഷം ശബരിമലയിൽ ശുദ്ധിക്രിയ നടത്തിയത് കോടതി വിധിയുടെ ലംഘനമാണെന്നും തന്ത്രിയുടെ നടപടി കോടതി അലക്ഷ്യമാണെന്നും ബിന്ദുവും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല ദർശനം നടത്തിയതിന്റെ പേരിലാണ് കോഴിക്കോട് എടക്കുളം സ്വദേശി ബിന്ദുവും മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിനിയായ കനകദുർഗയും വിവാദത്തിലാകുന്നത്. ഇവർക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇരുവരും സുരക്ഷ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് തിരിച്ചെത്തിയ കനകദുർഗയെ ഭർത്താവിന്റെ അമ്മ മർദ്ദിച്ചു എന്ന കേസ് ഇപ്പോൾ പരിഗണനയിലാണ് ഉള്ളത്. കൂടുതൽ വാർത്തകളുമായി വളരെ പെട്ടെന്ന് തിരിച്ചെത്താം.